ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ലെറ്റസ് ഒക്കെ ചെയ്തു. അത് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ആ സൈൻ കൺവെൻഷൻ ഒക്കെ കൊടുത്തിട്ട് ആ പ്രോബ്ലംസ് നല്ലോണം ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇനി അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വർഷം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ലൈറ്റുമായി ബന്ധപ്പെട്ട 3 പാഠങ്ങളുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും റിഫ്രാക്ഷൻ ആണ്, അപവർത്തനം. മറ്റ് പ്രതിഫലനം, ഇത് അപവർത്തനം. ഈ റിഫ്രാക്ഷൻ, അപവർത്തനം സംഭവിക്കുക മീഡിയം മാറുന്ന സമയത്താണ്, മാധ്യമം മാറുന്ന സമയത്താണ്. മാധ്യമം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് അത്. പ്രകാശം എയർ, വായുവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എയർ ആണ് മാധ്യമം. പ്രകാശം വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വാട്ടർ, വെള്ളമാണ് മാധ്യമം. നമ്മളും അതേ പല മാധ്യമത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ കരയിലൂടെ സഞ്ചരിക്കും, നമ്മൾ ആകാശത്തിലൂടെ സഞ്ചരിക്കും, നമ്മൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കും. ഓരോ സമയത്തും നമ്മൾ മാധ്യമം മാറുന്നതനുസരിച്ച് നമ്മുടെ സഞ്ചാരത്തിന്റെ വേഗതയ്ക്കും മാറ്റം വരും. എന്താ, അത് നമ്മൾ കരയിലൂടെ സഞ്ചരിക്കുന്ന വേഗതയിലല്ല ആകാശത്തിലൂടെ സഞ്ചരിക്കുക, ആ വേഗതയിലല്ല ജലത്തിലൂടെ സഞ്ചരിക്കുക. ഇതുപോലെ തന്നെ പ്രകാശത്തിന്റെയും ലൈറ്റിന്റെയും വേഗതയ്ക്ക്, സ്പീഡിന് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും, മാറ്റം സംഭവിക്കും പ്രവേഗത്തിന്. ഇപ്പോൾ മാധ്യമം അല്ലെങ്കിൽ മീഡിയം മാറുന്ന സമയത്ത്, ആ മാധ്യമം അല്ലെങ്കിൽ മീഡിയം മാറുന്ന സമയത്ത് പ്രകാശത്തിന്റെ വേഗതയ്ക്ക് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് മാറ്റം വരുന്നതിനാൽ ആണ് ഇത് സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. എ ഡീവിയേഷൻ ഒക്കേഴ്സ് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ്. അതിന്റെ സഞ്ചാരപാതയ്ക്ക് മാധ്യമം മാറുമ്പോൾ പ്രകാശത്തിന്റെ പ്രവേഗം അല്ലെങ്കിൽ വേഗതയ്ക്ക് വ്യത്യാസം വരുന്നതിനാൽ അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. അതാണ് സത്യത്തിൽ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യത്തിൽ ഒരു പരീക്ഷണമാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ട്രാൻസ്പാരന്റ് വെസൽ, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സുതാര്യമായ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പാലോ എന്തെങ്കിലും കുറച്ച് പാല് അങ്ങനെ വല്ലതും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തെന്നാ പറഞ്ഞത്, മിൽക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ആ പാല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കൊളൈഡ്, ഒരു ഇതിന്റെ സ്വഭാവം വരും, അതിൽ ചെറിയ കണങ്ങൾ ഉണ്ടാവും. അതിനാൽ ലൈറ്റിന്റെ പാത്ത്, പ്രകാശത്തിന്റെ സഞ്ചാരപാത കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് ഒരു ലേസർ ടോർച്ച് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലേസർ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ ലൈറ്റ് റേ വരുന്നത്, ഈ പ്രകാശകിരണം വരുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് പോകേണ്ടത് ശരിക്കും, കാരണം ഇതാണ് ദിശ, അത് അങ്ങനെ പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ പോവില്ല. എന്ത് സംഭവിക്കും? ഈ ഡീവിയേഷൻ ഒക്കേഴ്സ് എവിടെ വെച്ചാൽ സംഭവിക്കുന്നത്? ദ സർഫസ് ഓഫ് ദ സെപ്പറേഷൻ, ആ വേർതിരിക്കുന്ന, ഈ രണ്ട് മാധ്യമങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ആ സർഫസ്, ആ ഉപരിതലത്തിൽ വെച്ചിട്ട് അതിന് എന്ത് സംഭവിച്ചു? ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുകയാണ്. ആ ഡീവിയേഷൻ മനസ്സിലാക്കാനായിട്ടാണ് ആ പരീക്ഷണം പറഞ്ഞിരിക്കുന്നത്. ആ പരീക്ഷണം ഒന്ന് ഓർത്തു വയ്ക്കുക. എങ്ങനെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. വളരെ സിമ്പിളാണ്. അവിടെ വെള്ളം ആഡ് ചെയ്യുന്നത് ആ പാത്ത്, കൃത്യമായിട്ട് ആ ലൈറ്റിന്റെ സഞ്ചാരപാത കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുമൂലം ഉണ്ടാകുന്ന ഒരു അനുഭവം ആണ്. നിങ്ങൾക്കും അറിയാം, നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വല്ല കോയിനോ ഒറ്റിട്ടിട്ട് ഒന്ന് കുത്തനെ നോക്കരുത്, ചെരിഞ്ഞു നോക്കിയാൽ മതി. ചെരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കൃത്യം കോയിൻ ഉള്ള ഭാഗത്തല്ല കോയിൻ കാണുക, അല്പം ഉയർന്നിട്ടാ കാണും. ഇവിടെ ഒരു ഫിഷ്, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മറ്റേ മത്സ്യത്തിനെ അമ്പ ചെയ്ത് പിടിക്കുന്നു. നമ്മുടെ നാട്ടിൽ അമ്പ ചെയ്ത് പിടിക്കുന്ന പരിപാടി കുറവായിരിക്കും. അപ്പൊ മത്സ്യത്തിനെ പിടിക്കാൻ നോക്കിയപ്പോൾ വേറെ എന്തിനാണ് കിട്ടിയത്? തവളയോ ഒറ്റയാണ് കിട്ടിയത്. എന്താ സംഭവിക്കുന്നത്? മത്സ്യത്തിനെ അയാൾ ഇവിടെ നിന്ന് കാണുന്നത്, ഇവിടെ നിന്നിട്ടാണ് അയാൾ നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യത്തിന് കണ്ണാണ്. മത്സ്യത്തിനെ കാണുന്നത് ഏത് ഒബ്ജക്റ്റിനെയായാലും ഏത് വസ്തുവിനെയായാലും കാണുക, അതിൽ നിന്ന് പ്രകാശകിരണം നമ്മുടെ കണ്ണിലേക്ക് എത്തണം. അപ്പൊ അതിൽ നിന്നുള്ള ലൈറ്റ് റേ വെള്ളത്തിൽ കൂടെ, ആദ്യം വാട്ടറിൽ കൂടെ, വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്യും. അതിനുശേഷം ഇവിടെ എന്താ? എയർ ആണ്, എയറിലേക്ക് കിടക്കും. അങ്ങനെ ആ മീഡിയം മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഡീവിയേഷൻ ഒക്കേഴ്സ്. എന്ത് സംഭവിക്കും? ഒരു വ്യതിയാനം സംഭവിക്കും. അങ്ങനെ വ്യതിയാനം സംഭവിച്ച് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ എങ്ങനെ പോവും? ഇങ്ങനെ പോവും. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഏത് ദിശയിലാണോ നമ്മുടെ കണ്ണിലേക്ക് പ്രകാശകിരണം വരുന്നത്, ലൈറ്റ് റേ വരുന്നത്, ആ ദിശയിലാണ് നമ്മൾ വസ്തുവിനെ കാണുക. അപ്പൊ ഇവിടെ നോക്കുന്ന ആൾക്ക് ഇവിടെ നിന്നും ലൈറ്റ് റേ വരുന്നതായിട്ട് തോന്നും. അപ്പൊ അയാൾ എവിടെയാ കാണുക? ഫിഷിനെ. ഫിഷിനെ എവിടെയാ കാണുക? പക്ഷെ ഫിഷ് ശരിക്കും എവിടെയാ? ഇവിടെയാ. അപ്പൊ അയാൾക്ക് ഇവിടെ ഇങ്ങടെ അമ്പയും, ഇവിടെ സത്യത്തിൽ എന്തായിരുന്നു? തവളയായിരുന്നു. അപ്പൊ അയാൾക്ക് എന്തിനെ കിട്ടി? തവള കിട്ടി.
അതാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെയും കാരണം എന്താ? റിഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ അപവർത്തനമാണ് അവിടെ ഓർക്കേണ്ടത്. അപവർത്തനം സംഭവിക്കുക രണ്ട് കാര്യങ്ങൾ മീഡിയം മാറുമ്പോൾ. എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അപവർത്തനം സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ അപവർത്തനം? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, അതായത് വായുവിൽ നിന്നും ജലത്തിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ജലത്തിൽ നിന്നും വായുവിലേക്ക് കടക്കുകയാണ്. ഈ വക സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് വ്യതിയാനം സംഭവിക്കണേ, റിഫ്രാക്ഷൻ സംഭവിക്കണേ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനു മുമ്പായിട്ട് ആ വെലോസിറ്റിയും റിഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ആ വെലോസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു ടേം നമുക്ക് അറിഞ്ഞിരിക്കണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിന് മുമ്പായിട്ട് ആ ബുള്ളറ്റിനിലേക്ക് വരാം. വളരെ സിമ്പിളാണ്. ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ബുള്ളറ്റിൻ അടുത്ത പേജിൽ, സെക്കൻഡ് പേജിൽ ഏറ്റവും മുകളിൽ കൊടുത്തേക്കണത്. അതില് വിച്ച് ആർ ദ മീഡിയ ഇൻവോൾവ്ഡ് ഹിയർ? ഏതൊക്കെയാണ് മറ്റേ ടോർച്ച് അടിച്ച് നോക്കുന്ന പരീക്ഷണത്തിൽ ഏതൊക്കെ മാധ്യമങ്ങളാണ് അവിടെ പെട്ടേക്കുന്നത്? ഏതൊക്കെയാ? എയറും, പിന്നെ ഏതാ? വാട്ടറും. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ പാത്ത് ഓഫ് ലൈറ്റ്? ഇറ്റ് ഡീവിയേറ്റഡ്. എന്ത് സംഭവിക്കുന്നു? അത് വ്യതിയാനം സംഭവിക്കുന്നു. വേർ ഡസ് ദ ഡീവിയേഷൻ ഓഫ് റേ ടേക്ക് പ്ലേസ്? എവിടെയാ? സർഫസ് ഓഫ് സെപ്പറേഷൻ. എവിടെയാ? ആ മാധ്യമങ്ങളെ വേർതിരിക്കുന്ന ആ പ്രതലത്തിൽ. അവിടെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്? വ്യതിയാനം സംഭവിക്കുന്നത്. The ray of light entering water undergoes a deviation at the point on the surface where the media get separated. രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന ആ തലത്തിൽ വെച്ചിട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത്. ഇനി വാക്വം, ഓരോന്നിലെയും വെലോസിറ്റി, പ്രവേഗം കൊടുത്തിട്ടുണ്ട്. വാക്വം അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വാട്ടർ, ജലത്തിലെ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസ്സിലെ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഡയമണ്ടിലെ 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡയമണ്ടിലാണ് ഏറ്റവും പ്രകാശത്തിന്റെ പ്രവേഗം കുറയുക. അപ്പൊ പ്രകാശത്തിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി തീരുമാനിക്കുന്നത് ആ മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത. അപ്പൊ ഒരു മാധ്യമത്തിന്റെ സ്വഭാവത്തിനെ വ്യക്തമാക്കുന്ന ഒരു പദം അല്ലെങ്കിൽ ഒരു ടേം ആണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു. നമ്മുടെ സാധാരണ ഡെൻസിറ്റി അല്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച്, അതാണ് നമുക്ക് അറിയേണ്ടത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും? പ്രകാശത്തിന്റെ പ്രവേഗം കുറയും. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത അല്ലെങ്കിൽ പ്രവേഗം കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ പ്രവേഗം കൂടും. അപ്പോ തന്നിരിക്കുന്നതിൽ ഡയമണ്ടിലാണ് ഏറ്റവും പ്രകാശത്തിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കുറവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഏതിലാണ്? ഡയമണ്ടിലാണ്. അപ്പോൾ അതാണ് the characteristics of each medium influence the speed of light that pass through the respective medium. Optical density is a measure that shows how a medium influences the speed of light passing through it. എങ്ങനെയാണ് ഒരു മാധ്യമം പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കുക എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത. അപ്പൊ ഇവിടെ ഒപ്റ്റിക്കൽ can the medium as the optical density of the medium increases the speed of light throughout decreases. നമ്മൾ പറഞ്ഞതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിന്റെ പ്രവേഗം കുറയുന്നു. ഇനി can the media given in the table be arranged in the increasing order of optical densities? ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശ സാന്ദ്രതയുടെ പ്രകാശ സാന്ദ്രത കൂടുന്ന ക്രമത്തിൽ എഴുതണം. അപ്പൊ പ്രകാശ സാന്ദ്രത കൂടുന്ന ക്രമത്തിൽ എഴുതണം എന്നുണ്ടെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കുറയുന്ന ക്രമത്തിൽ എഴുതണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? ആ ഇതിലെ കൃത്യം ഓർഡറിൽ തന്നെയാണ് വാക്വം, വാട്ടർ, ശൂന്യത, ജലം, ഗ്ലാസ്, ഡയമണ്ട്, വജ്രം. അതാണ് ക്രമം. അപ്പൊ എന്താ? വാക്വം, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ചോദിക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രത്യേകം, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ലൈറ്റിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം അറിയണം. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ദ മീഡിയം ഡിക്രീസസ്.
അടുത്തത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻ്ററിങ് ഒബ്ലീക്വലി, അവിടെ ഓർക്കേണ്ടത് അതാണ്, ആ പോയിന്റ് ആണ് ഒബ്ലീക്വലി. ഈ റിഫ്രാക്ഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ മാധ്യമത്തിന്റെ ആ വേർതിരിക്കുന്ന ആ തലത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു വീഴണം, ചെരിഞ്ഞു പതിക്കണം. ചെരിഞ്ഞു പതിക്കുന്ന കേസിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ആ ഫിഷിനെ തന്നെ അയാൾ ലംബമായിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരെ കാണും. നേരെ മറിച്ച് ചെരിഞ്ഞ് എപ്പോഴും, അല്ലെങ്കിൽ മറ്റേ ഫിഷിനെ നോക്കലല്ലാണ്ട് ലൈറ്റ് റേ ഇതിലേക്ക് കടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ജലത്തിലേക്ക് ഒരു പ്രകാശകിരണം ലൈറ്റ് റേ വരികയാണ്, വന്ന് ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന കിരണം, പതന കിരണം. ഇപ്പൊ ചെരിഞ്ഞാണ് വീഴുന്നത്. ചെരിഞ്ഞ് വീണാൽ സ്വാഭാവികമായിട്ടും അതിന് ഇത് ഇങ്ങനെ പോകേണ്ട ആളാണ് ശരിക്ക്. പക്ഷെ ഒരിക്കലും അങ്ങനെ പോവില്ല. അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും, അത് ഇങ്ങനെ പോകും. നേരെ മറിച്ച് ഇതേ ജലത്തിൽ വേറെ രീതിയിൽ പതിക്കാം. ഇത് നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് പതിക്കാം. ഇങ്ങനെ ലൈറ്റ് റേ വന്ന് പ്രകാശകിരണം വന്ന് പതിച്ചാൽ അത് അങ്ങനെ തന്നെ പോകും. There is no deviation. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? വ്യതിയാനം സംഭവിക്കുന്നില്ല. അതിനാലാണ് അവിടെ എന്ന് പറഞ്ഞത് when a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is refraction. അതിന് പറയുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ. ഇനി ഈ റിഫ്രാക്ഷൻ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം. പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കും സംഭവിക്കാം. അത് മനസ്സിലാക്കാനായിട്ട് പരീക്ഷണമാണ് പറഞ്ഞേക്കുന്നത്. എന്തെന്നാ? ഒരു ഗ്ലാസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ചില്ല് കൊണ്ടുണ്ടാക്കിയ ഒരു മറ്റേ നിങ്ങളുടെ ബോക്സിന്റെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്, മറ്റേ ആ ഷേപ്പിലുള്ള ഒരു കട്ട, അതിൽ കൂടെ നമ്മളൊരു മറ്റേ ലേസർ ടോർച്ചോ എന്തെങ്കിലും ഒരു ലൈറ്റ് റേ കടത്തിവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇതാണ് ഗ്ലാസ് സ്ലാബ്, ഇവിടെ എയർ ആണ്, ഇത് മീഡിയം. ലൈറ്റ് ആദ്യം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും ഭാഗം എയർ ആണ്, ഇത്രയും ഭാഗം ഗ്ലാസ് ആണ്, ഇത്രയും ഭാഗം വീണ്ടും എയർ ആണ്. എന്നിട്ട് നിങ്ങളോട് ഈ ആംഗിള് മെഷർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ആംഗിള് നോക്കാൻ പറഞ്ഞേക്കുക. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് റേ വന്ന് ഇവിടെ പതിക്കുകയാണ്. അപ്പൊ ഇത് പതന കിരണമാണ് അല്ലെങ്കിൽ പതന കോണാണ്. ഇതോ അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും. ഇത് രണ്ടും മെഷർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ചിത്രത്തിൽ തന്നെ വ്യക്തമാണ് I കുറവായിരിക്കും. I ലെസ് ദാൻ R ആണ്. ഇവിടെ മീഡിയം എങ്ങനെയാ? ഇവിടെ ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? I ലെസ് ദാൻ R എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതാണ് നോർമൽ, ഇതിവിടെ വന്ന് പതിക്കുന്നു. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ആ പതന ബിന്ദുവിൽ ഒരു നോർമൽ, ഒരു ലംബം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ലംബത്തിൽ നിന്നും അകലാണ് ചെയ്യുന്നത്. അതായത് ഗ്ലാസിൽ നിന്നും എയറിലേക്ക് കടക്കുന്ന സമയത്ത് പ്രകാശകിരണം ലൈറ്റ് റേ ലംബത്തിൽ നിന്നും അകലുന്നു. ഇറ്റ് ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ. ഗ്ലാസും എയറും തമ്മിലുള്ള ബന്ധം എന്താ? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ഡെൻസർ ടു റയറർ. അതായത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് ഇവിടെ കിടക്കുന്നത്. പ്രകാശ സാന്ദ്രത കൂടിയത് ഗ്ലാസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമം മീഡിയം ആണ് ഗ്ലാസ്. അതിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലേക്ക്, പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലൈറ്റ് കടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ. അത് നോർമലിൽ നിന്നും അകന്ന് പോകുന്നു. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഡീവിയേറ്റ്സ് away from the normal, perpendicular. Normal means perpendicular. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വരയ്ക്കുന്ന ലംബമാണ് എന്ത്? നോർമൽ. അപ്പോ ഡെൻസർ, വീണ്ടും പറയാണ്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകലും. നേരെ വിപരീതം, റയറർ ടു ഡെൻസർ, അതായത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക്, എയറിൽ നിന്നും ഗ്ലാസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എയറിൽ നിന്നും ഗ്ലാസ്, ഇത് I, ഇത് R, ഇത് കുറവാണ്. നേരെ വിപരീതം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഡീവിയേറ്റ്സ്
ടുവേർഡ്സ് ദ നോർമൽ, ലംബത്തിനോട് അടുക്കുന്നു. റയറിൽ നിന്ന് ഡെൻസറിലേക്ക്, പ്രകാശ സാന്ദ്രത കൂടിയതിലേക്ക് കടക്കുന്ന സമയത്ത് അത് ലംബത്തിനോട് അടുക്കുന്നു. അത് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ചിത്രം വരയ്ക്കാൻ പറയും, പല രീതിയിൽ ചോദിക്കും. അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ഒന്ന്, അപ്പോ ഇവിടെ വാട്ടർ, ഇത് എയർ. വാട്ടറിൽ നിന്നും, ഇനി ഇതിന്റെ മുകളിൽ വാട്ടർ, ഇതിന്റെ അടിയിൽ എയർ. വാട്ടറിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് റേ വന്ന് വീഴാണ്. ലൈറ്റ് റേ വന്ന് വീണാൽ ഇവിടെ എയർ ആണ്. ഇത് ശരിക്കും ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ ഒരിക്കലും അങ്ങനെ പോകില്ല. നമ്മൾ ആ പതന ബിന്ദുവിൽ ഒരു നോർമൽ കൺസിഡർ ചെയ്തു. വാട്ടർ എയർ ആലോചിച്ച് നോക്കുക. എന്താണ്? ഒപ്റ്റിക്കലി ഡെൻസർ ആണ് എന്ത്? വാട്ടർ. പ്രകാശ സാന്ദ്രത കൂടിയതാണ് ജലം. അപ്പോൾ പ്രകാശ സാന്ദ്രത കുറഞ്ഞതിലേക്കാണ് കിടക്കുന്നത്. ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. അപ്പൊ എന്ത് സംഭവിക്കണം? ഇങ്ങനെ പോണ ആള് അകന്നു പോകും. ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഇനി നേരെ ഓപ്പോസിറ്റ് നോക്കാം. എന്താ സംഭവിക്കുക? നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എയറിൽ നിന്നും, ഇവിടെ എയർ ആണെന്ന് വിചാരിച്ചോളൂ, വാട്ടറിലേക്ക്. എയറിൽ നിന്നും വാട്ടറിലേക്ക് ഇങ്ങനെ വന്നു. എയറിൽ നിന്നും വാട്ടറിലേക്ക്. എയറിൽ നിന്നും വാട്ടറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർ മീഡിയത്തിൽ നിന്നും, പ്രകാശ സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കൂടിയ മീഡിയത്തിലേക്കാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിലേക്കാണ്. ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. എന്ത് ചെയ്യണം? നോർമലിനോട് അടുക്കണം. അടുത്തത്, what happens when it falls normal? Perpendicular to the medium. പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് ആ മീഡിയത്തിന്റെ ആ സെപ്പറേഷൻ പ്ലെയിനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? there is no refraction or deviation. എന്ത് സംഭവിക്കും? അതേ ഡയറക്ഷനിൽ പോകും. ആ ചിത്രം തന്നിട്ട് ഇവിടെ എയർ, ഇവിടെ വാട്ടർ, എന്തായാലും അതെ. ഇപ്പൊ ഇവിടെ വാട്ടറും ഇവിടെ എയർ ആയാലും അതെ, നോർമൽ ആയിട്ടാണ്, ലംബമായിട്ടാണ് പതിക്കുന്നത് ചെയ്യാൻ. there is no refraction or deviation. എപ്പോഴും ഒബ്ലീക്ലി, when it falls obliquely, ചെരിഞ്ഞു പതിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? റിഫ്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ഓർക്കണം. നമുക്ക് ഞാൻ ബുള്ളറ്റിലേക്ക് വരാം. ക്ലാസ് ലാബുമായി ബന്ധപ്പെട്ട ബുള്ളറ്റ്, പേജ് 105 ഏറ്റവും അവസാനം. which is the incident ray on the surface of separation CD. സർഫസ് ഓഫ് സെപ്പറേഷൻ CD എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ ഇതാണ് കൊടുത്തേക്കണേ. അവിടെ ഉണ്ടാകുന്ന ഇൻസിഡന്റ് റേ ഏതാ? QR. The angle between the incident ray and the normal is called the angle of incidence. The angle between the incident ray, ഇതാണ് വന്ന് പതിക്കുന്ന ഇൻസിഡന്റ് റേ, and the normal എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് the angle of incidence. Then what do you mean by angle of refraction? ഇത് സംഭവിക്കും the angle between the refracted ray and normal. അപവർത്തന കിരണവും ലംബവും തമ്മിലുള്ള കോണാണ് എന്ത്? അപവർത്തന കോൺ. പതന കിരണവും ലംബവും തമ്മിലുള്ള കോണാണ് എന്ത്? പതന കോൺ. ഇനി യൂസിങ് എ പ്രൊട്രാക്ടർ മെഷർ, രണ്ടും മെഷർ ചെയ്യുക. is the angle of refraction greater or lower than the angle of incidence when it goes from air to glass? From air to glass. Air to glass ആണ് ആദ്യം ചോദിച്ചിരുന്നത്. അപ്പൊ എയർ ടു ഗ്ലാസ് ആകുമ്പോൾ ലോവർ ആയിരിക്കും എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി വാട്ട് അബൌട്ട് ഫ്രം ഗ്ലാസ് ടു എയർ? ഗ്ലാസ് ടു എയർ എങ്ങനെയാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ. ദെൻ വിച്ച് ഈസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇതൊക്കെ. വിച്ച് ഈസ് ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, എയർ ഓർ ഗ്ലാസ്? ഏതാ? ഗ്ലാസ്. ദെൻ വിച്ച് വിൽ ഗോയിങ് ഫ്രം എയർ ടു ഗ്ലാസ്, while going from air to glass the refracted ray deviates towards the normal. From air to glass, while going from air to glass, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് the refracted ray deviates towards the normal. അത് ലംബത്തിനോട് അടുക്കുന്നു. അതാണ് ശരിയായ പ്രസ്താവന. deviates away from the normal, ലംബത്തിൽ നിന്നും അകലുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പൊ തെറ്റായത് വെട്ടിട. what happens while it goes from glass to air? glass to air ആവുമ്പോൾ എന്ത് സംഭവിക്കും? it deviates away from the normal, ലംബത്തിൽ നിന്നും അകലുന്നു. ഇനി are the angle of incidence and angle of refraction and the normal at the point of incidence on the same plane? മൂന്നും ഒരേ തലത്തിലാണ്. നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ സെക്കൻഡ് ലോ ആയിട്ട് കണ്ട കാര്യമാണ് ഇവിടെ. പക്ഷെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, അതാണ് വേണ്ടത്. അല്ലാണ്ട്
ഓക്കെ, അത് മൂന്നും സെയിം പ്ലെയിനിലാണ്. ഇനി വൈൽ എൻറ്ററിങ് ഫ്രം എയർ ടു ഗ്ലാസ്, ശ്രദ്ധിക്കണം, എയർ ടു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ റയറർ മീഡിയത്തിൽ നിന്ന്, അതായത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്കാണ്. ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി അത് സംഭവിക്കുന്നു, അപവർത്തന കിരണം ലംബത്തിനോട് അടുക്കുന്നു. ഇനി വൈൽ എൻറ്ററിങ് ഫ്രം ഗ്ലാസ് ടു എയർ, ഗ്ലാസിൽ നിന്നും എയറിലേക്ക്, ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് കിടക്കുന്നത്, കൂടിയതിൽ നിന്ന്. അപ്പൊ ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ, അത് ലംബത്തിൽ നിന്നും അകലുന്നു. പ്രത്യേകം നോട്ട് ചെയ്യണം. The angle of incidence, angle of refraction and the normal at the point of incidence are in the same plane. അത് മൂന്നും എങ്ങനെയായിരിക്കും? സെയിം പ്ലെയിനിലായിരിക്കും. അടുത്ത ചിത്രം നമ്മൾ വരച്ചതാണ്. അത് എയറും ഗ്ലാസും എയറും വാട്ടറും കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അത് വരച്ച് പഠിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ അറിയണം. ഇനി ആ ടേബിള് നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം. നോ ഡീവിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് റേ ഫോളിംഗ് നോർമലി ഓൺ എ മീഡിയം. ഏതൊക്കെയാണെന്നാണ്? 5.3 സിയും 5.3 ഇയുമാണ്. പിന്നെ അതായത് ലംബമായി പതിക്കുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നുള്ളത്. അടുത്തത് when light passes obliquely from medium to higher optical density to a medium of lower optical density, the refracted ray deviates away from the normal. അപവർത്തന കിരണം ലംബത്തിൽ നിന്നും അകന്നു പോകുന്ന ചിത്രം 5.3b അങ്ങനെയാണ്. അവിടെ ചോട്ടിൽ നിന്ന് മുകളിലേക്കാണ് ആരോ മാർക്ക്, അത് ശ്രദ്ധിക്കണം. ആ ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ആ എവിടെ നിന്നാണോ വരുന്നത് അതാണ് ഇൻസിഡന്റ് റേ, അല്ലാണ്ട് എപ്പോഴും ഇൻസിഡന്റ് റേ മുകളിൽ ആയിക്കൊള്ളണമെന്നില്ല. 5.3b അവിടെ ഈ ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ ആണ്. 5.3bയും പിന്നെയോ ഡിയും അതെ, 5.3ഡിയും അതെ, ഈ ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ ആണ്. അതായത് ലംബത്തിൽ നിന്നും അകലുന്ന ചിത്രമാണ്. Then when white light is incident, when light is incident obliquely from medium of lower optical density to a medium of greater optical density, the refracted ray deviates towards the normal. പ്രകാശ സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ലംബത്തിനോട് അടുക്കുന്ന ചിത്രം ഏതാ? 5.3a ആണ്. മറ്റത് ഡീവിയേഷൻ സംഭവിക്കാത്ത ചിത്രമാണ് പിന്നത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതായത് എന്താണ് റിഫ്രാക്ഷൻ, പിന്നെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം, പിന്നെ എങ്ങനെയാണ് ഡീവിയേഷൻ സംഭവിക്കുക ഫ്രം റയറർ ടു ഡെൻസർ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്, പിന്നെയോ അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്, പിന്നെയോ പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്. രണ്ടും നമുക്ക് എങ്ങനെയാണ് വരാൻ? ചിത്രവും പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ നോർമൽ ആയിട്ട് ലംബമായിട്ട് പതിച്ചാൽ എന്ത് സംഭവിക്കുന്നില്ല? ദർ ഈസ് നോ ഡീവിയേഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അപവർത്തനം സംഭവിക്കുന്നില്ല. ഓക്കെ.